1 2 3 4 മതി 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 4 പ്ലേറ്റ് മതി. ശ്രീയേട്ടാ, ഈ സാരി കഴുകണത് ശരിയാവണില്ല കേട്ടോ. നീ ബാങ്കിലേക്കല്ലേ പോണത്, അല്ലാതെ ഞാറ് നടാനൊന്നുമല്ലല്ലോ. ഇന്നലെ നിന്റെ ഒരു സാരി കഴുകിയപ്പോഴേ ചെളി ഇങ്ങനെ കുറാന്നാ ഇളകുന്നത്. അതേ, സോപ്പ് പൊടിക്കൊക്കെ ഇപ്പൊ നല്ല ചെലവാ. ഉദ്യോഗസ്ഥയായ ഭാര്യ നന്നായിട്ട് പോണമെങ്കിൽ മതി. അയ്യടാ, വലിയൊരു ഉദ്യോഗസ്ഥ. ബാക്കിയുള്ളവനോട് നേരം പരപരാ വെളുക്കുമ്പോ അടുക്കളയിൽ കയറുന്നതാ. അതിനൊന്നും ഇവിടെ ആർക്കൊരു പരാതി ഇല്ലല്ലേ. മതി 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 മതി, കൂടുതലൊന്നും പറയണ്ട, ഒന്ന് വേഗം റെഡിയാ. വരുന്നു മോളെ. മോളൂ, ചോറ് മുഴുവൻ കഴിക്കണം, ഒട്ടും വേസ്റ്റ് ചെയ്യരുത്. ഇന്ന് മോൾക്ക് ഇഷ്ടപ്പെട്ട നല്ല കാന്താരി മുളക് ചമ്മന്തി വെച്ചിരിക്കുന്നത്. കാന്താരി മുളകോ? അച്ഛനെന്താ അത് അമ്മക്കല്ലേ ഇഷ്ടം? അയ്യോ, മാറിപ്പോയി. മോൾക്ക് നല്ല ബീട്രൂട്ട് കിച്ചടി ഇപ്പൊ കൊണ്ടുവരാം. മോളെ, അമ്മ ഓഫീസിലേക്ക് പോവാട്ടോ, വൈകുന്നേരം കാണാം. ശ്രീയേട്ടാ, ഞാൻ ഇറങ്ങുന്നു. വരുന്നു. മോളുടെ ബീട്രൂട്ട് റെഡി. ഐശ്വര്യമായിട്ടൊരു പൊട്ടൊക്കെ തൊട്ടിട്ട് ഇറങ്ങടി. എടി, താലി എന്തിനെങ്ങനെ മറച്ചിടുന്നത്, 4 പേര് കാണട്ടെ. ലേറ്റ് ആയോടി? ഇല്ല. ഇറങ്ങിക്കോ. ബാഗ് എടുത്തോ. എടിയ, മുടി ഇത്തിരിയും കൂടി ശരിയായിക്കോട്ടെ. ബാഗ് നേരെയിട്. ഒരു മിനിറ്റ്. ശ്രീകുമാറിന്റെ അടുക്കളപ്പണിയൊക്കെ ഒതുങ്ങി കാണുമല്ലേ? എവിടെ എന്റെ ട്രീസേ, ഇനി കിടക്കല്ലേ പണി. അരി ഉഴുന്നും വെള്ളത്തിലിട്ടേച്ചങ്ങോട്ട് പോകുന്നത്. ചെന്നിട്ട് വേണം നീ അത് ആട്ടാൻ. 2 ദിവസം തുണി അലക്കാനുള്ളത് വേറെ കിടക്കണു. ഇതൊക്കെ കഴിഞ്ഞിട്ട് 12:30 ആകുമ്പോഴത്തേക്കും സുജയ്ക്ക് ചോറുമായിട്ട് ബാങ്കിലെത്തണ്ടേ? അല്ല, സുജയ്ക്ക് ചോറും കൊണ്ട് പോയാലെന്താ? നല്ല കഥയായി. ഇത് തന്നെ വെളുപ്പിന് 5:30 മണിക്ക് എണീറ്റിട്ടാ ഞാൻ ഇത്രയെങ്കിലും ഒപ്പിക്കണത്. കാലാവണ്ടേ പ്രിയേ. ജീപ്പ് വന്നു, വാ. ദിവ്യ, മുന്നോട്ടിരുന്നു. മോളെ പിടിച്ചിരുന്നോളേ. നേരം പോയി, പോട്ടെ. ഈ ശ്രീകുമാറിന്റെ ഒരു കാര്യം. എന്താ ശ്രീകുമാർ ഇത്ര ധൃതി? ആ മീൻകാരൻ വരാറായി. മണക്കാൻ എന്തെങ്കിലും ഇല്ലെങ്കിൽ സുജയ്ക്ക് പറ്റിറങ്ങില്ല. ശ്രീകുമാറിനെ സമ്മതിക്കണം. നിങ്ങളും ഈ പണിയൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്? അതിന് ഞങ്ങള് വീട്ടമ്മമാരായി പോയില്ലേ? അതിന് ഞാനൊരു വീട്ടച്ഛനായി പോയില്ലേ? അയ്യേ, ഇത് മൊത്തം ചീഞ്ഞ മീനാണെന്ന് തോന്നുന്നു. ഒന്ന് നോക്കിയെടുക്ക എന്റെ മനുഷ്യ. ഇത് കൊള്ളാം, കാണാൻ കൊള്ളാം. എന്റെ കുറുപ്പേട്ട മീൻ നോക്കി മേടിക്കാൻ പോലും അറിയില്ല. ചേച്ചി പിടിച്ചേ. ഇങ്ങോട്ടാണ്. ആദ്യം ചെകിള പൊളിച്ചിങ്ങനെ നോക്കണം. എന്നെയല്ല ഇങ്ങോട്ട് നോക്ക്. അതൊക്കെ നോക്കി പഠിക്ക എന്റെ മനുഷ്യ. നോക്കി എന്നിട്ടെന്താ മീൻകാരനോട് ചോദിക്കണം, ചേട്ടാ ഈ മീൻ നല്ലതാണോ എന്ന് ചോദിക്കണം. അപ്പൊ പുള്ളി പറയും നല്ലതാണെന്ന് പറയും. അപ്പൊ പിന്നെ കണ്ണും പൂട്ടി സാധനം മേടിച്ചോണ്ട് വീട്ടിലേക്ക് പോകണം. എന്നാ പിന്നെ ആദ്യം അയാളോട് ചോദിച്ചാ പോരെ. ഞാൻ എന്താ പറഞ്ഞത് മനസ്സിലായിട്ടില്ല കുറുപ്പേട്ടന്. ചേച്ചി, നമ്മൾ ഈ ചെകിളയൊക്കെ പൊളിച്ച് മീൻകാരനോട് ചോദിക്കുമ്പോ അയാൾ വിചാരിക്കും നമുക്കെന്തോ വലിയ തേങ്ങ അറിയാന്ന്. അപ്പൊ അയാള് സത്യവും പറയും, നല്ല മീനും കിട്ടും. അത് ശരിയാ. പക്ഷെ എന്റെ നായർക്ക് തീരെ ബുദ്ധി കുറവാ ശ്രീകുമാറെ. നിന്റെ അമ്മയുടെ നായർക്കാ ബുദ്ധി കുറവ്. ചേച്ചി, ഇതിന്നൊരു 2 എണ്ണം എടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് വരിഞ്ഞിട്ട് ഇഞ്ചിയും പച്ചമുളകും നല്ല മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് ഒരു 3-4 മാങ്ങാത്തോളും കൂടി ഇട്ട് അരച്ചൊരു വെപ്പ് വെച്ചാണ്ടല്ലോ. ദേ, കുറുപ്പേട്ടൻ നിലത്തേക്കില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ മനുഷ്യൻ നിലത്തല്ല നിൽക്കുന്നത്. അത് സാധനം അടിച്ചിട്ടല്ലേ. അപ്പൊ മൊയ്തീനെ, അയില 4 സ്ഥിരം പറ്റ്. ആയിക്കോട്ടെ. പോട്ടെ കുറുപ്പേട്ട. പറയുന്ന കേട്ടിട്ട് കൊതിയായിട്ട് വയ്യ. എന്ത്? ദേ, അങ്ങോട്ടൊന്ന് നോക്കിയേ. പെണ്ണുങ്ങള് ചെയ്യേണ്ട വീട്ടുജോലിയൊക്കെ ചെയ്ത് അവരുടെ നടത്ത പോലും പെണ്ണുങ്ങളെ പോലെ ആയിപ്പോയി. നോക്കണേ, നോക്ക്, പെണ്ണുങ്ങളെ പോലെ അല്ലേ? അസൂയ, മൂത്ത അസൂയ. വിരിഞ്ഞുള്ള നടപ്പൊന്ന് നോക്കി. ആരും ഒന്ന് നോക്കി പോവും. വീട്ടിൽ കൂടി ഞാൻ മീൻ മാറ്റോണ്ട് വന്നോളാം.
അയ്യോ പണ്ടാറടങ്ങാൻ ഇത് ചീഞ്ഞാന്ന് തോന്നുന്നു. ഈ മീൻ മേടിക്കുമ്പോ നല്ലതാണോ ചീഞ്ഞതാണോ എന്നറിയാൻ എന്താ ഒരു മാർഗം? ആഹാ, ഏ അയ്യോ ഇവിടെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നോ? ഞാൻ മുമ്പിൽ കിടന്ന് വിളിക്കായിരുന്നു, ആര് കേൾക്കാൻ. അതെ, സുജയില്ലാത്തപ്പോ നിന്റെ ഇങ്ങോട്ടുള്ള വരവ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലല്ലേ? സുജ ഉള്ളപ്പോ വരുന്നതേ എനിക്കും ഇഷ്ടല്ല. ശരി, നിനക്ക് ഇപ്പൊ എന്താ വേണ്ടത്? പറയട്ടെ. കൊഞ്ചിയാ, നീ കാര്യം എന്താന്ന് വെച്ചാ പറയടി. അതെ, ഈ ബ്ലൗസിന്റെ കക്ഷ ഒന്ന് അടിച്ചു തരാമോ? ആ. ഒന്ന് തയ്ച്ചു ചേട്ടാ. അതെ, ഞാൻ ഈ ഓസിനുള്ള തുന്നൽ പണി നിർത്തി. അല്ലാതെ തന്നെ ഇവിടെ പിടിപ്പത് പണിയാ. നീ കക്ഷം തയ്ക്കാൻ വേറെ ആളെ നോക്ക്. ചേട്ടാ പ്ലീസ്, ഈ ഒരു പ്രാവശ്യം കൂടി. ശരി, കൊണ്ടുവാ. ആ, ഇതിലല്ല, അപ്പുറത്തെ കൂടെ വാ. പോ പോ പോ, ഇവളെന്റെ കുളി തെറ്റി. ശ്ശെ. പൂന്റെ പൊന്നോ, ഇതിലും ഭേദാ മീനായിരുന്നു. നിനക്ക് വല്ലപ്പോഴും അലക്കി കൂട്ടിയത്. ഓ പിന്നെ, അലക്കാനിട്ട് ഇങ്ങനെ. അപ്പൊ അലക്കിയിരുന്നെങ്കിലോ? ഇപ്പോഴത്തെ തുണിക്കൊന്നും അലയിൽ ഒരു ഈടുമില്ല ഏട്ടാ. ഒന്ന് വെയിലത്തിട്ടാ മതി. നിന്റെ കെട്ടിയോൻ ചന്ദ്രൻ വിളിക്കാറില്ലേ ദുബായിന്ന്? ഓ ഉവ്വ ഉവ്വ. അത് പറയുമ്പോ നിനക്ക് എന്താടി ഒരു ഉത്സാഹക്കുറവ്? അതെ, ഔട്ട് ഗോയിങ് മാത്രമേ ഉള്ളൂ ചേട്ടാ. ഫോണിലൂടെ. ഓ ഓ, ആ, ഓക്കെ. ഇനി മേലാൽ ഈ പരിപാടിയായിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. പോ. അതെ, എന്റെ ഒരു സാരിയുടെ മാച്ചിങ് ബ്ലൗസിന്റെ തുന്നൽ വിട്ടുപോയി. ദേ ഈ ഭാഗത്തായിട്ട് കൊണ്ടുവരട്ടെ. മുറിച്ച് കാട്ടിക്കളയും ഞാൻ. കൊണ്ടുപോടി വിടുന്നു. ആ, അമ്മ പറഞ്ഞു. നിന്റെ അമ്മയുടെ നായര് പൊടി വിടുന്നു. അയ്യോ അതല്ല, പിന്നെന്താ? ഇത്തവണത്തെ കുറി അമ്മ വിളിക്കൂന്ന് പറഞ്ഞു. ഓ, കുടുംബശ്രീയുടെ കുറിയല്ലേ? ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഞാനില്ല. പക്ഷെ കിട്ടുകയാണെങ്കിൽ ശാരദയടത്തോട് അത് എടുത്തോളാം പറ. സമയത്രടാ? സമയം എന്തിനാടാ സമയം നോക്കണേ? ദേണ്ട 12:30 വണ്ടി വരെയല്ലേ? എന്ത്? നീ ഇങ്ങോട്ട് വാ. നമുക്കേ ആ ശ്രീകുമാരനെ ഒന്ന് ആക്കി വിട്ടാല. അയ്യോ പാവം, വിട്ടുകളാടാ. നീ ഉമ്മാരിയടാ. ഡേയ് ശ്രീകുമാരിയേ, ഒന്ന് നിന്നേ. ഒന്ന് നിക്കു ശ്രീകുമാരി. എന്താ? അതേ, ആ. ഇത്തവണ വായനശാലയുടെ വാർഷികത്തിനേ ഓ. വീട്ടമ്മമാരുടെ കൂട്ടയോട്ട മത്സരം പ്ലാൻ ചെയ്തിട്ടുണ്ട്. പേര് കൊടുക്കട്ടെ? പിന്നെന്താ, നല്ല കാര്യല്ലേ? ഇവനൊക്കെ എന്തിനാടാ മീശയും വെച്ച് നടക്കുന്നത്? നോക്കണം. അല്ല രമേശ, ഒരു സംശയം. എന്നെ ഉൾപ്പെടുത്താൻ ഇവിടുത്തെ വീട്ടമ്മമാരെ സമ്മതിക്കോ? സമ്മതിക്കോന്നാ? അല്ലെങ്കിൽ തന്നെ കുടുംബശ്രീ നടത്തുന്ന എല്ലാ മത്സരങ്ങൾക്കും ശ്രീകുമാരിക്ക് തന്നെയല്ലേ ഫസ്റ്റ് പ്രൈസ്? എങ്കി പിന്നെ ഉഷാറാവും. ഉമ്മമോനെ റൗക്കിടം കൊടുപ്പിക്കുന്നതാ. ഇത്ര ഉഷാറാവുന്ന് ഞാൻ വിചാരിച്ചില്ല. വാർഷികം നമുക്ക് കലക്കണ്ടേ? കലക്കണം. ആ, വേദനിച്ചാടെ. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ടേ ആ കൗണ്ടറിൽ പേ ചെയ്താൽ മതി. ഓ ശരി. എന്താ സുജയ്, ശ്രീകുമാർ എത്തിയില്ലേ? നിങ്ങൾ കഴിച്ചോ? ശ്രീയേട്ടൻ വന്നോളൂ. ശ്രീകുമാറിന്റെ ഉണക്കച്ചെമ്മീൻ ചമ്മതി ഇല്ലാതെ എന്തൂണ് വരുമെന്നുറപ്പുണ്ടെ ഞാൻ വെയിറ്റ് ചെയ്യും. സുജയ്, ശ്രീകുമാറിനെ കാണുന്നില്ലല്ലോ. നിങ്ങൾ കഴിച്ചു. എന്തായാലും സുജ ഭാഗ്യവതിയാ. ശ്രീകുമാർ എന്ത് വെച്ചാലും നല്ല രുചിയല്ലേ? വീട്ടുജോലി എടുക്കുന്ന ഭർത്താവിനെ കിട്ടാനും യോഗം ചെയ്യണം. എന്റെ വീട്ടിലും ഉണ്ടൊരുത്തി. ഒരു നുള്ളു പഞ്ചാര ഇട്ട് തന്നാൽ തന്നെ ചവർപ്പ് കാരണം വായി വെക്കാൻ പറ്റിയല്ലേ. ഞാൻ ശ്രീയേട്ടനെ ഒന്ന് നോക്കിട്ട് വരട്ടെ. അതെ, ഈ അടുക്കളപ്പണിക്ക് ആളെ വെക്കുമ്പോ നോക്കിയും കണ്ടും വെച്ചില്ലെങ്കിൽ ശ്രീകുമാർ സുജയെ അടിച്ചോണ്ട് പോയ പോലെ വീട്ടിലെ പെമ്പിള്ളേരെ അടിച്ചോണ്ട് പാചകക്കാരങ്ങ് പോകും. വെറുതെ അറിയാത്ത കാര്യം പറയില്ലേ മാധവ. സത്യം നീ, പച്ച സത്യം. എന്താ ശ്രീയേട്ട ഇത്ര ലേറ്റ് ആയത്? സോറി, കുറച്ച് ലേറ്റ് ആയി. ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഇല്ലാതെ ചോറിറങ്ങില്ല എന്ന് പറഞ്ഞ് എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുക. ആണോ? എന്നാ ദാ പിടിച്ചോ.
സോറി ആഹാ, എത്തിയോ? കുറച്ച് വൈകിപ്പോയി. വേറൊന്നുമല്ല കേട്ടോ, ശാന്തമ്മയുടെ തീയിലെടുക്കാൻ മറന്നതാ. എന്നിട്ട് രണ്ടാമത് തിരിച്ചു ചവിട്ടേണ്ടി വന്നു. കൂട്ടി നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയണം. എടി നീ ഇരിക്കേ. ഇരിക്കടി. ശ്രീയേട്ടനും ഇരിക്ക്, എല്ലാവരും ആവശ്യത്തിന് എടുത്ത് കഴിച്ചോളൂ. ഇതൊക്കെ ഉണ്ടാക്കുന്നതിലല്ലടി, ഈ വിളമ്പുമ്പോഴൊരു സന്തോഷമില്ലേ. ഈ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയുടെ കൂട്ടാ എനിക്ക് മനസ്സിലാവാത്തത്. അതൊക്കെ മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ മാധവ. അത് അറബിയില? ഇതിനെ ക്രിയേറ്റിവിറ്റി എന്ന് പറയും. അത് പഠിച്ചെടുക്കാൻ ലോകത്തൊരു സ്കൂളില്ല. ഓഹോ, ഈ ക്രിയേറ്റിവിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ശ്രീകുമാർ ഇപ്പൊ കവിത എഴുതാറില്ലേ? ഉവ്വല്ലോ, ഇത്തവണ 1-2 ഞങ്ങൾ സാഹിത്യ അക്കാദമിയിലേക്ക് അയച്ചിട്ടുണ്ട്. എടി 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 എന്നെ കളിയാക്കാനല്ലാതെ നിനക്ക് വേറെ എന്തറിയാം? അതെ, ഈ ക്രിയാത്മകമായിട്ട് പാചകം ചെയ്യുന്ന എല്ലാരും തന്നെ ജന്മന കവികളായിരിക്കും. ഞാൻ എഴുതിയ കൂട്ടുകറിയിലെ മധുരം രമണി വായിച്ചിട്ടില്ലേ? അയ്യോ ഇല്ലല്ലോ. ഇല്ലേ? എരിശ്ശേരിയിൽ വിരിഞ്ഞ പ്രണയം എവിടെ? ശാന്തമ്മ പണ്ട് വായിക്കുകയായിരുന്നല്ലോ. പ്രായമായില്ലേ ശ്രീകുമാർ? അതും ശരിയാ. എന്തായാലും നിങ്ങളുടെയൊക്കെ ആവശ്യം ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ഞാനൊരു കവിത എഴുതും.